ഒരിക്കലൊരു മനുഷ്യൻ റൂമിയുടെ അരികിൽ ഒരു ചോദ്യവുമായി എത്തി. മനുഷ്യരെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവരുടെ ജീവിതം മുഴുവൻ ദുരിതമാണ്. ജീവിതത്തിൽ എന്നും ദുഃഖമാണ്. എന്തുകൊണ്ടാണ് ജീവിതം നമുക്ക് വളരെ ദുസ്സഹമായി തോന്നുവാൻ കാരണം? റൂമി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊരു കഥ പറഞ്ഞു. ആത്മാന്വേഷികൾക്ക് വെളിച്ചം പകരുന്ന ഒരു കഥയാണിത്. റൂമി പറഞ്ഞു, ഒരിക്കലൊരു യാത്രികൻ രാത്രിയിൽ ഒരു വിളക്കും കയ്യിൽ പിടിച്ച് വഴി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അയാൾ പേടിച്ചിരുന്നു. കാരണം ഇരുട്ടിൽ അയാൾക്ക് വഴി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പേടിച്ച് അയാൾ ആ വഴിയിലൂടെ അലഞ്ഞു നടന്നു. വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടുമുട്ടി. ആ വൃദ്ധൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിളക്ക് കത്തിക്കാത്തത്? ഈ വിളക്ക് കത്തിച്ചാൽ നിങ്ങൾക്ക് വഴി വ്യക്തമാകുമല്ലോ. യാത്രികൻ പറഞ്ഞു, എനിക്കിതെങ്ങനെ കത്തിക്കണമെന്ന് അറിയില്ല. ആ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ വിളക്കിൽ നിന്നും ഒരു ചെറിയ തീനാളമെടുത്ത് യാത്രികൻ്റെ വിളക്ക് കത്തിച്ചു. പ്രകാശം നിറഞ്ഞു. യാത്രികന് തൻ്റെ വഴി വ്യക്തമായി. ഈ ചെറിയ സൂഫി കഥ അർത്ഥമാക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ യാത്രികനെ പോലെ വിളക്കും കയ്യിലേന്തി അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവരാണ് നമ്മിൽ പലരും. പ്രശ്നങ്ങളിൽ നമ്മൾ ആടി ഉലയുമ്പോഴും അതിനുള്ള സൊല്യൂഷനായിട്ടുള്ള പ്രകാശം നമ്മുടെ ഉള്ളിലെ വിളക്ക് പ്രകാശിപ്പിക്കുന്നതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. യാത്രികൻ പരിചയപ്പെടുന്ന വൃദ്ധനെപ്പോലെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഗുരുക്കന്മാരും നമുക്ക് അറിവ് പകർന്നു തന്ന പുസ്തകങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ കാണിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് മുക്തി നേടുവാൻ നമ്മുടെ കയ്യിലുള്ള വിളക്ക് പ്രകാശിപ്പിച്ചാൽ മാത്രം മതി.